ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ്. ഇവിടെ ഞങ്ങളുടെ സ്വപ്നചിത്ര എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. എനിക്ക് ആർട്ട് ഗാലറിയിൽ എത്തുന്നത് വരെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലോ കയറാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പുണ്ടല്ലോ നമ്മൾക്ക് ലൈവായിട്ട് വരക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം കിട്ടിയിരുന്നു കേട്ടോ, കോട്ടയത്ത് ഫ്ലവർ ഷോ നടക്കുമ്പോൾ. പക്ഷെ എനിക്കതിന് പോവാൻ പറ്റിയില്ല. അപ്പോൾ അതേപോലെ പോവാൻ പറ്റാണ്ടാവോ സ്വപ്നചിത്ര എക്സിബിഷൻ നടക്കുമ്പോഴും അങ്ങനെ കരുതിയിട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആർട്ട് ഗാലറിയിൽ കയറുന്നത് വരെ ആ ഒരു ടെൻഷനായിരുന്നു. പിന്നെ ഞാനൊരു 2 മണിയൊക്കെ ആയിട്ടോ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കോഴിക്കോട് വരെ വന്ന ആ ഒരു ക്ഷീണത്തിൽ എനിക്ക് രാവിലെ ഒരു 10 മണി 11 മണിക്കൊക്കെ ആവും ആർട്ട് ഗാലറി ഓപ്പൺ ആവുക. പക്ഷെ എനിക്ക് ആ ഒരു ടൈമിലൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ. ആ രാവിലെ തൊട്ട് 2 മണി വരെയൊക്കെ ഞാൻ റോട്ടിൽ തന്നെ വണ്ടിയിൽ ഇരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഉച്ചക്കൊന്നും. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു എനർജി കിട്ടിയ പോലെ എനിക്ക് തോന്നിട്ടോ. നമ്മളിപ്പോൾ ഓരോ പെയിൻറ്റിങ് കാണുമ്പോഴും നമുക്ക് ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അടുത്തുനിന്ന് പോരാൻ തോന്നില്ല കേട്ടോ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സാണ് ഓരോരുത്തരും ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു പെയിൻറ്റിങ്ങും ഉണ്ട്, ഞാനിപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. മുകളിലത്തെ ഫ്ലോറിലാണ് കേട്ടോ പെയിൻറ്റിങ് വെച്ചിട്ടുള്ളത്. ഈ പെയിൻറ്റിങ്സൊക്കെ കാണുന്നതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടോ. അതൊന്നും എനിക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ ഉള്ളിൽ പറ്റിയില്ല കേട്ടോ എടുക്കാൻ. പിന്നെ ആദ്യം പരിചയമുണ്ടായ ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് പിന്നെയും കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ ആ ഒരു നിമിഷങ്ങളൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞാനിപ്പോൾ മുകളിലേക്ക് പോവാണ്. നമ്മൾക്ക് ഇവിടെ വീൽ ചെയർ മേലേക്ക് കൊണ്ടുപോകാനായിട്ട് റാമ്പിൻ്റെ ഒക്കെ സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും വീൽ ചെയർ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. എൻ്റെ ഒപ്പം എൻ്റെ ഇത്താടെ മോനാണ് കേട്ടോ ഉള്ളത്. ഹാസിം ബാബ അവിടുത്തെ ബട്ടർഫ്ലൈസൊക്കെ നോക്കാണ്, നല്ല ഭംഗിയുണ്ടല്ലോ. ഞാനിപ്പോൾ മുകളിലെത്തി. ഇവിടെയും കുറേ പെയിൻറ്റിങ്സ് നമ്മൾക്ക് കാണാനുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ സ്വപ്നചിത്രയിൽ 123 കലാകാരന്മാരുടെ 132 പെയിൻറ്റിങ്സാണ് കേട്ടോ പ്രദർശനത്തിനുള്ളത്. പിന്നുണ്ടല്ലോ നമ്മളുടെ സ്വപ്നചിത്ര എക്സിബിഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതല്ലെങ്കിൽ മറ്റുള്ള എക്സിബിഷനിൽ നിന്ന് വ്യത്യസ്തമാക്കണത് ഇവിടെ കാണുന്ന ഓരോ പെയിൻറ്റിങ്ങും ഞങ്ങൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളായിരിക്കും നമ്മുടെ എക്സിബിഷനെ കുറിച്ച്. പക്ഷേ നമ്മളെ വീഡിയോ ആരെങ്കിലും അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ സുഖദേവ് സാറിനെ പറ്റിയൊന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവില്ല കേട്ടോ. സാറിനൊക്കെ ഞങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിനും പരിഗണനക്കൊക്കെ ഞങ്ങൾക്ക് നമ്മളെ മനസ്സിൽ നിന്നുള്ളൊരു ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമേ നമുക്കത് തിരിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഇത്രയും വലിയൊരു എക്സിബിഷൻ നടത്തുന്നതിൻ്റെ പിന്നിലുണ്ടല്ലോ സാറും സാറിൻ്റെ ഒപ്പമുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് കേട്ടോ. അവരുടെ ഒരു അത്രയും നന്മയോടുകൂടി അത്രയും ആത്മാർത്ഥതയോടുകൂടി ഒത്തുചേർന്നിട്ടുള്ളൊരു പരിശ്രമമാണ് കേട്ടോ ഇത്രയും ഭംഗിയായിട്ട്
എക്സിബിഷനിലേക്ക് ഓരോ പെയിൻറ്റിങ്ങും എത്താനുള്ള കാരണം. ഡ്രീം ഓഫ് അസ് എന്ന ഈ ഒരു കൂട്ടായ്മ 4ാമത്തെ തവണയാണ് കേട്ടോ സ്വപ്നചിത്ര എക്സിബിഷൻ നടത്തുന്നത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് എക്സിബിഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യവും പങ്കെടുക്കാൻ കഴിഞ്ഞ അതിലൊരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. എക്സിബിഷൻ 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെ ആയിരുന്നു കേട്ടോ നടന്നത്. എന്നാൽ അതിനേക്കാട്ടിലൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 6 മാസത്തോളം ഡ്രീം ഓഫ് അസ് നമ്മളിൽ തന്നെ എക്സിബിഷൻ നടത്താൻ കഴിയാതെ പോയിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് കേട്ടോ. അവരുടെ അടുത്തേക്കൊക്കെ നേരിട്ട് ഡ്രീം ഓഫ് അസ് എത്തി അവരുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് കേട്ടോ ഓരോ പെയിൻറ്റിങ്ങും കളക്ട് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഓരോ പെയിൻറ്റിങ്ങിനെ കണ്ടു എല്ലാവരോടും സംസാരിച്ചും അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി ഞാൻ എൻ്റെ പെയിൻറ്റിങ് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോണത്. നമ്മൾക്കിവിടെ വളണ്ടിയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് എൻജിനീയറിങ് സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല കൂട്ടും നല്ല ഹെൽപ്പും ആയിരുന്നു കേട്ടോ എല്ലാവരും. ഇതാണ് കേട്ടോ ഞാൻ ചെയ്ത പെയിൻറ്റിങ്. എനിക്കതിങ്ങനെ വാളിയിൽ വെച്ചിരിക്കണ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ ആ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ നമ്മൾ കുറേ ദിവസം ഹോസ്പിറ്റലിലായിട്ട് പിന്നെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ചെയ്ത് നോക്കും. പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെയും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകേണ്ടി വരും കേട്ടോ. അങ്ങനെ ഒരുപാട് തവണ അങ്ങനെ പോയും വന്നും ചെയ്ത് തീർത്തൊരു പെയിൻറ്റിങ്ങാണ് കേട്ടോ. അതിങ്ങനെ ഇപ്പോൾ വാളിയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒപ്പം ഓരോ പെയിൻറ്റിങ് കാണുമ്പോഴും മനസ്സിന് ഒരുപാട് സന്തോഷവും പ്രതീക്ഷയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ പ്രതിസന്ധികളും ധൈര്യത്തോടു കൂടി ഓരോന്നിനും പോസിറ്റീവായി കണ്ടുകൊണ്ട് മറികടന്നിട്ടാണല്ലോ ഇവിടെ കാണുന്ന ഓരോ പെയിൻറ്റിങ്ങും ഇപ്പോൾ എക്സിബിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്ന് കാണുമ്പോൾ ഇനിയും മുന്നോട്ട് പോകാനുള്ളൊരു എല്ലാത്തിനും ധൈര്യത്തോടു കൂടി നേരിടാനുള്ളൊരു ആത്മവിശ്വാസവും പ്രചോദനമാണ് കേട്ടോ ഓരോ പെയിൻറ്റിങ് കാണുമ്പോഴും മനസ്സിലേക്ക് വരുന്നത്. പിന്നെ ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു കേട്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്വപ്നചിത്രയിൽ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് കേട്ടോ ഇത്താടെ പേര് ഷെറീന എന്നാണ്. അപ്പോൾ അതിന് ശേഷമുള്ളൊരു സൗഹൃദമാണ് കേട്ടോ ഞങ്ങളത്. ഒരുപാട് തവണ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഓരോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അത് സ്വപ്നചിത്രയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്ത വന്നതാട്ടോ. ഇത്താടെ പേര് ഷെറീന എന്നാണ് കേട്ടോ. ഇത്ത ഒരു ടീച്ചറാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് മൈലാഞ്ചി ഇട്ട് തന്നിട്ടുണ്ടായി. അപ്പോൾ ഇത്ത പറഞ്ഞ് ഇപ്രാവശ്യം എനിക്ക് മൈലാഞ്ചി ഇട്ടതാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇത്ത വന്നതാ. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു കേട്ടോ ഇതൊക്കെ. കാരണം നമ്മളുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കണം, നമ്മളെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കേട്ടിരിക്കുന്ന അതിനായിട്ട് സമയം കണ്ടെത്തുന്ന ഇത്താനൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരുപാട് തിരക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. എനിക്കിപ്പോൾ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയത്. ഇതൊന്നും ആയിരുന്നില്ല, ഒരുപാട് സന്തോഷിക്കാനുള്ള ഓരോ നിമിഷങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒപ്പം പ്രാർത്ഥനകളും. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മളുടെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ പുതിയതായി ആരെങ്കിലും നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ സെയ്ദാസ് ക്യൂട്ട് വേൾഡ് എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.